ഹായ് ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഫോട്ടോഗ്രാഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ക്രീമി ചിക്കൻ കറി. അപ്പോൾ ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ അപ്പത്തിൻ്റെ കൂടെയും അതേപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രീമി ടേസ്റ്റുള്ള ചിക്കൻ കറി കിട്ടാറുണ്ട്. അപ്പോൾ അതുപോലൊരു ചിക്കൻ കറിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഈ ചിക്കൻ കറിയിലേക്ക് വേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള 3 സവോള, 4-5 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, നാളികേരപ്പാൽ ഞാനിവിടെ 1-ാം പാലും എടുത്തിട്ടുണ്ട്, 2-ാം പാലും എടുത്തിട്ടുണ്ട്. 1-ാം പാൽ ഒരു 1/2 കപ്പും 2-ാം പാല് ഒരു 1/4 കപ്പും വീതമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അണ്ടിപ്പരിപ്പ്, ഒരു പിടി അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ. ഞാനിവിടെ പേസ്റ്റ് ആയിട്ടല്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പേസ്റ്റ് ആയിട്ടോ ചതച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും. ഇനി ഒരു പാൻ വെക്കുക. ആ പാനിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു മണം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുക. സവാള ഞാനിവിടെ ചെറുതാക്കി കൊത്തി അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നീളഞ്ഞോ കൊത്തി അരിഞ്ഞിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇത് നമുക്ക് അവസാനം ഈ ഒരു മിക്സിയിൽ അരച്ചെടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കി കൊത്തി അരിഞ്ഞെടുത്തത്. ഇനി സവാള ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴട്ടിയെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുമ്പോൾ എന്ത് ചെയ്യാം, നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ കറിയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന പൊടികളൊക്കെ തന്നെയാണ്. ആദ്യം ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ അല്ല, സാധാ നമ്മുടെ മുളക് പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതധികം എരിവുള്ള ഒരു കറിയല്ല, അതുകൊണ്ടാണ് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ കുറച്ചായിട്ട് ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ കുരുമുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. ഇനി ഇത്രയാണ് നമ്മുടെ പൊടികൾ. ഇത്രയും പൊടികൾ നമ്മൾ അതിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനും കൂട്ടിയോ കുറച്ചോ കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം, ഇതിലേക്ക് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്, ഒരു പിടി കാഷ്യൂ നട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കാഷ്യൂ നട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ആ കാഷ്യൂ നട്ടൊക്കെ ഒന്ന് സോഫ്റ്റായി വരണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു കൂട്ട് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒരു ഫൈൻ പേസ്റ്റ് ആയിട്ട് എടുക്കുകയാണ്. അധികം വെള്ളം ചേർക്കണ്ട, അത് അരയാനുള്ള ഒരു മാത്രം വെള്ളം ചേർക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇനി മറ്റൊരു പാൻ വെക്കുക. ആ പാനിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ചിക്കൻ വേവിക്കാൻ തുടങ്ങുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാൻ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളിതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഓൾ സ്പൈസസ്, അതായത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കഷ്ണം പട്ട, 2 കഷ്ണം ഏലക്കായ, ഒരു 3 എണ്ണം ഗ്രാമ്പു, ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്പൈസസ് അതിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു അതിൻ്റെ സ്പൈസസിൻ്റെ ഫ്ലേവർ വന്ന് തുടങ്ങുമ്പോൾ നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കനിൽ വേറെ ഒരു മസാലയും നമ്മൾ കൊടുത്തിട്ടില്ല. ആ ചിക്കൻ അങ്ങനെ തന്നെയാണ് നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ പച്ചമുളകും കറിവേപ്പിലയാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പച്ചമുളക് ഞാൻ നെടുകെ കീറിയിരിക്കുകയാണ്. നെടുകെ ജസ്റ്റ് ഒന്ന് കീറിയിട്ട് അതിലേക്ക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം നമുക്ക് നല്ലൊരു ഫ്ലേവർ വരും, നല്ലൊരു സ്മെല്ല് വരും.
ആ കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയും പിന്നെ ആ സ്പൈസസിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരും. ഇപ്പോൾ ഇതേ ചിക്കൻ ഏറെക്കുറെ ഒന്ന് കുക്കായിട്ടുണ്ട്, അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നു. ഈ ഒരു സമയത്താണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആ മസാലയുടെ ആ കൂട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഈ ചിക്കനും ആ മസാലയും നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം, ഞാനിപ്പോൾ ആ ഒരു മിക്സിയിൽ അരച്ചിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ചിട്ടുള്ള ആ ഒരു വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത്. വേറെ പച്ചവെള്ളമൊന്നുമല്ല, മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുഴട്ടിയെടുക്കുമ്പോൾ ആ മസാലയും കൂടി കിട്ടും. അപ്പോൾ ആ ഒരു വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ആഡ് ചെയ്ത് കൊടുക്കണ്ട, കാരണം നമുക്കിവിടെ നാളികേരപ്പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുക. ആ മസാല ഒന്ന് ചിക്കനിലേക്ക് പിടിക്കണം, ഒന്ന് തിളച്ച് വരും. ഓക്കെ, അപ്പോൾ ഒന്ന് തിളച്ച് വന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ പാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതിലേക്ക് നമ്മുടെ രണ്ടാം പാല് ഞാനിവിടെ ഒരു 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് മുഴുവനും ഞാൻ ഒഴിച്ചിട്ടില്ല, കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ഒഴിക്കാം, ചാറ് ഒരുപാട് വേണമെങ്കിൽ ഒഴിക്കാം. അപ്പോൾ അത്രയും ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി മൂടി വയ്ക്കുന്നു. ഇനി നമ്മൾ ചിക്കൻ ഒന്ന് വെന്ത് വരുന്ന വരെ ഒന്ന് മൂടി വയ്ക്കുക. ഒന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ 1-ാം പാല് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1-ാം പാലും കൂടി ആഡ് ചെയ്തിട്ട് ഇനി നമ്മൾ അധിക നേരം ഇതിൽ വേവിക്കേണ്ട ആവശ്യമില്ല. ചിക്കനൊക്കെ ഇപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട്. 1-ാം പാൽ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ കറി റെഡിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വട്ടമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എല്ലാ വട്ടവും ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.